ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ നല്ലൊരു ടാൻ റിമൂവലിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫേസിലൊക്കെ ടാൻ കളയാനായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ കയ്യിലത്തെയും അതുപോലത്തെ കാലിലത്തൊക്കെ ടാൻ കളയാനതിൻ്റെ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് എന്തായാലും കിടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി വേണം, അലോവേറ ജെല്ല് വേണം, ആവശ്യത്തിനുള്ളൊരു നാരങ്ങയും, പിന്നെ ചെറിയൊരു സ്പൂൺ പഞ്ചസാരയും, പിന്നെ കോഫി പൗഡറും, അതുപോലെ തന്നെ മിൽക്കും. അപ്പോൾ 2 സ്പൂൺ അലോവേറ ജെല്ല് എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. കോഫി പൗഡറാണെങ്കിൽ ഞാനൊരു 3 സ്പൂണായിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ കൈക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂണൊക്കെ അതിലെടുത്താലും മതി. പിന്നെ എന്തായാലും കാലിലേക്കും കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കുക, ഒരു 3 സ്പൂണായിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ പഞ്ചസാര മുഴുവനും തന്നെ ഇടാം, നമ്മൾ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് ഒരു ഇത്തിരി കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. ഇത്രത്തോളം ഞാൻ എടുക്കണുള്ളൂ എന്തായാലും. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ഫുൾ നാരങ്ങ എടുക്കുന്നുണ്ട്, കാരണം നമ്മൾ കാപ്പിപ്പൊടി ഇത്ര അധികം ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ ഫുൾ നാരങ്ങ തന്നെ വേണം. പകുതിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇനി പകുതി തന്നെ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ നാരങ്ങ നീര് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൽ ഒഴിക്കാം. പച്ചപ്പാലാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ എൻ്റെ കൈമിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഓയിലാണ് ഫസ്റ്റ് എൻ്റെ കൈമ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഓയിലാണ്. ഇത് ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ തന്നെ നമ്മളെ ബീട്രൂട്ടും കൂടി വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഓയിലാണ്. ഒരു ഗോൾഡൻ ഓയിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ക്യാരറ്റ് ഓയിലാണെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ആണെങ്കിൽ എടുത്താൽ മതി. ഏതെടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കൈമൊന്ന് തേച്ച് കൊടുക്കാം. കുറച്ചെടുത്താൽ മതി, ഇത്രയും ആവശ്യമുള്ളൂ നമുക്കത്. കാരണം ഈ ഒരു ഓയിൽ കിട്ടിയില്ല ചൂട് കുഴപ്പമുണ്ടാവാനൊന്നും പോണില്ല. അപ്പം നമുക്കിത് എന്തായാലും കയ്യിൽ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഈ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കൈമ. അപ്പം ഞാൻ കൈമ ഓൾറെഡി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്ക് എന്തായാലും കൈമിട്ട് നോക്കാം. ഏതാണ്ട് പഞ്ചാമൃതം പോലെയൊക്കെ ഉണ്ട് പഴനീന്ന് കിട്ടണം. ഇവിടെയൊക്കെ കറുപ്പ് കൂടുതലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെയൊക്കെ കൂടുതലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്തുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല കേട്ടോ. കുറേ നാളെന്തായാലും ചെയ്യണം. ഞാൻ തന്നെ ഒരു മാസത്തോളം എന്തായാലും യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ വണ്ടി കോഴ്സ് നടക്കുമ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ ഇഷ്ടംപോലെ ടാൻ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ യൂസ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ എന്തായാലും കയ്യിലിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. മഴ പെയ്ത കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കയ്യിൽ ഞാൻ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതെന്തായാലും ഒരു 30 മിനിറ്റോളം എന്തായാലും നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇട്ട് കുറച്ച് നേരം 30 മിനിറ്റ് തന്നെ ഫുൾ ടൈം ഇരുന്ന് സ്ക്രബ് ചെയ്യാനല്ല പറഞ്ഞത്. കുറച്ചീശെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് കൊടുക്കുക. വല്ലാണ്ട് ഡ്രൈ ആക്കിക്കാൻ നിൽക്കരുത്. അപ്പോൾ എന്തായാലും കുറച്ചീശെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ സ്കിന്നായിട്ടുള്ള എല്ലാം നമ്മൾ പോവുകയും ചെയ്യും. കുറച്ചീശെ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഓയിൽ തന്നെയായാലും മതി. ഞാൻ പിന്നെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഓയിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് യൂസ് ചെയ്തത്. എനിക്ക് വെളിച്ചെണ്ണ അങ്ങനെ ഇഷ്ടമല്ല മേത്ത് പറ്റുന്നതൊന്നും. മിനിമം 20 മിനിറ്റെങ്കിലും പിടിക്കാനെങ്കിലും നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഞാനൊരു 20 മിനിറ്റ് ആയപ്പോഴേക്കും കഴുകി കളയാനാണ് നോക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും കഴുകിയിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കഴുകണം കൂടി കാണിക്കാൻ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കഴുകിയിട്ട് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ഈ ഒരു കൈമലാണെങ്കിൽ തേച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേയൊക്കെ എൻ്റെ ടാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ എൻ്റെ ഇപ്പുറത്തെ കൈ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പുറത്തെ സൈഡിലൊക്കെ അത്യാവശ്യം ടാനും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കൈമ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ കുറേയൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരുന്ന കാരണമാണ് അങ്ങനെയത്. പിന്നെ ഓയിൽ തേച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കൈയൊക്കെ. അപ്പോൾ ടാനൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ്. അപ്പോൾ എന്തായാലും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും കടയിൽ നിന്നും പോയി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങൾ തന്നെ ഉള്ളൂ എന്തായാലും. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ വേറെ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. 10ൻ്റെ പൈസ പോലും വേറെ ചിലവാക്കേണ്ടെന്ന് വരില്ല. എന്തായാലും വീട്ടിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ വെളുത്തിട്ട് പറന്നു ഒരാളും വിചാരിക്കരുത് ടാനൊക്കെ പോയിട്ട്.
നിങ്ങൾ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. വല്ലാണ്ട് പിടച്ചൊന്ന് സ്ക്രബ് ചെയ്ത് കേട്ട് തൊലിയൊക്കെ ഒന്ന് ഒലിച്ച് കളയാനൊന്നും നിൽക്കരുത്. പതുക്കെ സ്ക്രബ് ചെയ്ത് എന്തായാലും കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഓയിലൊക്കെ തേക്കുന്നതെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും. നമ്മളെ സ്കിന്നിന് വെറുതെ ഡാമേജ് ഉണ്ടാക്കരുത്. പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വീക്കിലി ആണെങ്കിലും ഒരു 2 വട്ടം അല്ലെങ്കിൽ 1 വട്ടം മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് കൂടുതലൊന്നും ചെയ്യാൻ വേണ്ടിയൊന്നും നിൽക്കണ്ട. ഒരു കൊതുക് എൻ്റെ തലയുടെ മേലെ കൂടെ പറന്ന് നടക്കണ്ടല്ലോ. എന്തായാലും കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ വീക്കിലി എല്ലാ പ്രാവശ്യം ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം ടാനൊന്നും എൻ്റെ കൈമ വരാറില്ല. പിന്നെ വണ്ടി ഇങ്ങനെ ഓടിച്ച് ഓരോന്നൊക്കെ പോകണം, പുറത്തേക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ മാത്രമാണ് ടാനൊക്കെ അധികം കൈമ വരാറുള്ളത്. എന്നാലും കൂടുതൽ ടാനിലെ കുറേയൊക്കെ ഉണ്ട്, അത് പോവുകയും ചെയ്തിട്ടുണ്ട്. ക്ഷമ വേണം, ടൈം എടുക്കും. അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും കൂടി പറയാം. ഞാൻ എടുത്തിട്ടുണ്ടായത് റോ മിൽക്കാണ്, പച്ചപ്പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരത്തെ പിന്നെ അതുപോലെ കോഫി പൗഡർ ആണെങ്കിലും ബ്രൂ കോഫി എല്ലാം എടുത്തേക്കുന്നത് നോർമൽ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.